ഹായ് ഓൾ. കുറഞ്ഞ ബഡ്ജറ്റിൽ അതും ഷെങ്കൻ വിസയിൽ എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കുറവില്ലാതെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് പോളണ്ട്. എന്തുകൊണ്ട് പോളണ്ട് ചൂസ് ചെയ്യണം? അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? സ്റ്റേ ബാക്ക് എത്ര നാളുണ്ട്? പാർട്ട് ടൈം ജോബ്സ് കിട്ടുമോ? യൂണിവേഴ്സിറ്റീസ്, ഫീസ് തുടങ്ങി പോളണ്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫസ്റ്റ് പോയിന്റ്, വൈ പോളണ്ട്? എന്തുകൊണ്ട് പോളണ്ട്? അതിനുള്ള ഫസ്റ്റ് റീസൺ ആണ് ചീപ്പർ അല്ലെങ്കിൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ, എന്നാൽ ക്വാളിറ്റി കുറയാണ്ടുള്ള എഡ്യൂക്കേഷൻ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഹബ്ബുകളായിട്ടുള്ള ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒരു ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പഠിക്കുന്ന ഓൾമോസ്റ്റ് ഒരു സിമിലർ ഫീസിൽ നമുക്ക് പോളണ്ടിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതും പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട്. അത് തന്നെയാണ് പോളണ്ടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ. റീസൺ നമ്പർ 2, ഇമിഗ്രേഷൻ ഫ്രണ്ട്ലിനെസ്. 2021 സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മില്യൺ, അതായത് 10 ലക്ഷം വർക്ക് വിസാസ് ആണ് പോളണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പോളണ്ടിൽ നല്ല ലേബർ ഷോർട്ടേജ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഡീപ്പറായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഈ ലേബർ ഷോർട്ടേജിനെ കുറിച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് പോളണ്ടിൽ ഇത്രയധികം ലേബർ ഷോർട്ടേജും ഇത്ര ഇമിഗ്രൻസിനെ അവർ വർക്ക് വിസ കൊടുത്ത് വെൽക്കം ചെയ്യുന്നതെന്നും ഉള്ളതാണ്. കാരണം ബാക്കി പല കൺട്രീസിലും ഏകദേശം 1950 അല്ലെ 60കളിൽ സ്വാതന്ത്ര്യം നേടിയപ്പോഴത്തേക്ക് പോളണ്ടിന് ഏകദേശം സ്വാതന്ത്ര്യം ആ സമയത്ത് കിട്ടി. എന്നാൽ USSRൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായി കംപ്ലീറ്റ്ലി ഒരു ഫ്രീ കൺട്രി ആയിട്ട് മാറിയത് 1991 അപ്പൊ നമ്മൾ ശരിക്കും നോക്കുകയാണ് പോളണ്ടിന്റെ ഏജ് ഫുള്ളി ഫ്രീ ഒരു റിപ്പബ്ലിക് ആയത് 30 വർഷമായിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് പോളണ്ടിന്റെ ആ ഒരു ഗ്രാഫ് ശരിക്കും ഇപ്പോൾ ഒരു അതുപോലെ ഗ്രോയിങ് ഗ്രാഫിലാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുക. തേർഡ് റീസൺ, പോളണ്ട് ഇന്റർനാഷണൽ ഒരു സ്റ്റുഡന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഓരോ വർഷം തോറും വളരുന്ന ഒരു സ്റ്റാറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2023 ഏകദേശം 10,000 സ്റ്റുഡൻസ് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് പോളണ്ടിൽ എത്തിയത്. അതിൽ 3000 സ്റ്റുഡൻസും ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ പോളണ്ട്. പോളണ്ട് ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ട്. ചില UK യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസസും പോളണ്ടിൽ അവൈലബിൾ ആണ്. സോ അവിടെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പോളണ്ടിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും പോളിഷ് ലാംഗ്വേജിലും 2 ലാംഗ്വേജിലും പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ബാച്ചിലേഴ്സ് പ്രോഗ്രാം ജനറലി ഒരു 3 to 4 ഇയർ ഡ്യൂറേഷൻ ആണ്. മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 to 2 ഇയർ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ബാച്ചിലർ പ്രോഗ്രാമിന് ഫസ്റ്റ് സൈക്കിൾ എന്നും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് സെക്കൻഡ് സൈക്കിൾ എന്നും ഈ PhD പ്രോഗ്രാംസ് അത് ജനറലി ഒരു 3 to 5 ഇയർ ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇൻടേക്സ് ഇൻ പോളണ്ട്. പോളണ്ടിൽ സമ്മർ ഇൻടേക്കും വിന്റർ ഇൻടേക്കും എന്നുള്ള 2 ഇൻടേക്സ് ആണുള്ളത്. സോ സമ്മർ ഇൻടേക്ക് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആയിട്ടാണ് യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിന്റർ ഇൻടേക്ക് ഫെബ്രുവരി ആൻഡ് മാർച്ച് ആയിട്ടാണ് വരുന്നത്. യൂണിവേഴ്സിറ്റീസ് ഇൻ പോളണ്ട്. പോളണ്ടിൽ 450+ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതിൽ ഏകദേശം 130 പബ്ലിക് യൂണിവേഴ്സിറ്റീസും ബാക്കിയുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ആണ്. പോളണ്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ആസ്ട്രോഫിസിക്സ്, ഫോറൻസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ബയോകെമിസ്ട്രി ആൻഡ് നഴ്സിംഗ്. നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ ആൻഡ് ട്യൂഷൻ ഫീസ്. മജോറിറ്റി പോളിഷ് യൂണിവേഴ്സിറ്റീസിലും ഏകദേശം 20 യൂറോ തൊട്ട് 80 യൂറോ വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പോളിഷ് യൂണിവേഴ്സിറ്റീസിൽ ബാച്ചിലർ പ്രോഗ്രാമിന് ഏകദേശം 2000 യൂറോ തൊട്ട് 5000 യൂറോ വരെയാണ് ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ഏകദേശം 2500 യൂറോ തുടങ്ങി 6000 യൂറോ വരെയാണ് ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത്. നെക്സ്റ്റ് ഈസ് വിസ. പോളണ്ട് വിസയ്ക്ക് മേജർ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ടുള്ളത് ഫണ്ട് റിക്വയർമെന്റ് ആണ്. പോളണ്ടിലെ സ്റ്റുഡന്റ് വിസയ്ക്കുള്ള ഫണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിലാണ് കാണിക്കേണ്ടത്. അത് ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 lakhും മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7.5 lakh ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ കാണിക്കേണ്ടത്. VFS സബ്മിഷനോടൊപ്പം തന്നെ ഒരുപക്ഷെ കൗൺസിലേറ്റ് ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ടെലിഫോണിക്കോ ഓൺലൈൻ ഇന്റർവ്യൂവും പോളിഷ് സ്റ്റുഡന്റ് വിസ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. സോ അതും സ്റ്റുഡന്റ് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടത് മസ്റ്റാണ്. നിങ്ങൾ പോളണ്ടിലേക്ക് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സ് ലെവലിലോ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു ഫ്രീ പ്രൊഫൈൽ അസസ്മെന്റ് കം കൗൺസിലിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു മാസ്റ്റേഴ്സ് ആപ്ലിക്കൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓവർസീസ് അപ്പെക്സ് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെ പറയുന്നു. കാരണം ഇപ്പോൾ ഓവർസീസ് പഠിക്കുന്ന സ്റ്റുഡൻസിൽ മജോറിറ്റി സ്റ്റുഡൻസും
ഫ്യൂച്ചറിൽ ഒരു ഹൈ പേയിങ് ജോബിൽ എത്താനുള്ള സാധ്യത, പ്രത്യേകിച്ച് പഠിച്ച മേഖലയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പോരാഞ്ഞ് ഇപ്പം AI-യുടെയും കൂടെ ഒരു റെവല്യൂഷൻ നടക്കുന്നതുകൊണ്ട് വളരെ ടഫായിട്ടുള്ള സർക്കംസ്റ്റാൻസസിലേക്ക് കൂടിയാണ് വേൾഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ ചലഞ്ചസ് ഓവർകം ചെയ്ത് ഹൈ പേയിങ് കരിയറിൽ എത്താം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ പറയുന്നുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ഓർ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.